ഇന്ന് 500 രൂപ അടച്ചിട്ട് ചട്ടികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എത്ര 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ കുറേ ചട്ടികളുണ്ട്. അപ്പം ഞങ്ങൾക്ക് വിത്തുകൾ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ആകെ നേരൊക്കെ കേട്ടോ, ഇവിടെ ആകെ മണ്ണും ഇതൊക്കെയായിരുന്നു. അപ്പം ഞങ്ങൾ ഓരോന്ന് അരൂല് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു. വിത്തുകൾ മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കാണാം, കമോൺ. ഇനി വെക്കേഷൻ അല്ലേ, അപ്പം അമ്മ പറഞ്ഞു വെറുതെ ഇരിക്കണ്ട, ഫോണൊന്നും കാണണ്ട, നമുക്ക് പച്ചക്കറിയുടെയും ചെടികളുടെയും ഇടയിലൊക്കെ വേറെ അവധിയല്ലേ. അപ്പം അമ്മ പറഞ്ഞു വെറുതെ ഇരിക്കണ്ട, ഫോണൊന്നും കാണണ്ട, നമുക്ക് ചെടികൾ നട്ടുപിടിപ്പിക്കാം, പച്ചക്കറികളെല്ലാം നട്ടുപിടിപ്പിക്കാമെന്നു എൻ്റെ അമ്മ പറഞ്ഞു. അപ്പം നമുക്ക് കമോൺ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സാധനം കേട്ടോ. ലീഫ് ഇല്ലാതെ തന്നെ നോക്കൂ പോയിട്ടത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം. അത് കണ്ടോ, കണ്ടോ അതൊക്കെ ഈ ലീഫ് ഉണ്ടോ, ഇല്ലല്ലോ, കണ്ടോ ഇത് കണ്ടോ. ഞങ്ങൾ ഇവിടെയുള്ള ചപ്പുകളൊക്കെ വാരിയെടുത്തിട്ട് ജൈവവളമായി ഇതാ ഈ ചട്ടിയിലേക്ക് വെക്കുകയാട്ടോ. അത് ഞങ്ങൾ കുറച്ച് ഇതിലേക്ക് വാരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ ഞങ്ങൾ വിത്തുകൾ നട്ടുപിടിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ആ വീഡിയോ കൂടിയും കാണാം. അതുമാത്രമല്ല, നമ്മളുടെ വീട്ടിലുള്ള ചെറിയ കടലാസ് കഷ്ണങ്ങളാണെങ്കിൽ പോലും നമുക്കിതുപോലെ ചെയ്യാം കേട്ടോ. ചട്ടിയിലിട്ട് വെക്കാം, വളമായിട്ട് നമുക്കത് ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ അഴുകി അത് വളമായി ചേർന്നിരിക്കും. അപ്പോൾ തൈകൾ മുളപ്പിക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ചെന്നപ്പോഴേക്കും തൈകൾ കഴിഞ്ഞിരുന്നു കൃഷിഭവനിൽ. അതിലെനിക്ക് വിത്തുകൾ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലുണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന ചപ്പുകളൊക്കെ പെറുക്കി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് പപ്പായയുടെ തണ്ടുകളൊക്കെയാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇതിലേക്ക് വിത്ത് പാവി വെച്ചിട്ടുണ്ട്. വെണ്ടുണ്ട്, പയറും, അത് രണ്ടും എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി ബാക്കി എനിക്ക് വാങ്ങണം, തക്കാളി തൈകളൊക്കെ വാങ്ങണം. അത് എനിക്ക് ഇനി കൃഷിഭവൻ്റെ അടുത്തുള്ള കടകളിൽ പോയിട്ട് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനിത് എന്താണെന്നറിയാം, നമ്മളതിൽ വിത്ത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഞാനത് വെള്ളത്തിൽ കുതിർത്തിയതിൻ്റെ വിത്താണ് കേട്ടോ. എന്നിട്ട് ഞാനിത് ഇതിലേക്ക് വിട്ടിട്ട് കുറച്ച് മണ്ണ് മുകളിലൂടെ ഇട്ടിട്ട് ഞാൻ പേപ്പർ കൊണ്ട് മൂടി വെച്ചതായിരുന്നു. അതിൻ്റെ മുകളിൽ പോവാതിരിക്കാൻ വേണ്ടി പലക കഷ്ണം കൊണ്ട് വെച്ചിരുന്നു കേട്ടോ. ഇപ്പോൾ അത് ഏകദേശം മുളച്ച് വന്നപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് എടുത്ത് സൂര്യപ്രകാശം തട്ടിക്കോട്ടെന്ന് വെച്ചതാണ്. ഇനി ഇത് ഞാൻ മൂടി വയ്ക്കാൻ പോവുകയാണ്. ഇനി ഞാൻ ഈ ചട്ടികളിലൊക്കെ ആക്കിയിട്ടുള്ള റെഡിയാക്കണം കേട്ടോ. അതിലേക്ക് ഈ ചപ്പുകളൊക്കെ എനിക്ക് അടിച്ച് വാരി അതിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് ഏകദേശമൊക്കെ ഒന്ന് വളം രൂപത്തിലായിട്ടുണ്ട്. കാരണം ഞാനിവിടെ ചെടികളൊക്കെ നനയ്ക്കുമ്പോൾ പയറുണ്ടായിരുന്നു. അപ്പോൾ പയറൊക്കെ പറിച്ച് എടുത്തിട്ടുണ്ട്. വഴുതനങ്ങ അതാ ഇപ്പോഴും അതുമേ ഓരോന്നായിട്ട് ഉണ്ടായി തുടങ്ങുന്നുണ്ട്. മഴക്കാലമാകുമ്പോൾ നല്ല നനവ് തട്ടുമ്പോൾ മഴക്കാലത്തേക്ക് നന്നായിട്ടുണ്ടാവും. അതാണ് ഞാനത് പറിച്ച് കളയാത്തത്. വഴുതനങ്ങ നട്ട് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് 2-3 കൊല്ലത്തോളമൊക്കെ നിൽക്കും വഴുതനങ്ങ. അപ്പോൾ പയറിന് ഞാൻ വല വിരിച്ചതായിരുന്നു ഇവിടെ. ആ വല ഞാൻ അതിലേക്ക് ഇന്ന് ഊരി വെച്ചിട്ട് ഇനി ഇവിടെ കടിച്ച് വരി ചപ്പുകളൊക്കെ എടുത്തിട്ട് വേണം അടുത്ത വിത്ത് മുളപ്പിച്ചിട്ട് പയറൊക്കെ ഇതിലേക്ക് നട്ട് കൊടുക്കാൻ. ചട്ടിയിൽ നടുന്നുണ്ട്. ഇനി അടുത്ത പയർ എനിക്കിനി മാർക്കറ്റിൽ പോയി മേടിച്ച് കൊണ്ടുവന്നിട്ട് വേണം വിത്ത് കടയിൽ പോയിട്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഇതിലൂടെ കാണാം കേട്ടോ. ബോഗൺവില്ലൊക്കെ നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. താമരയുണ്ട് ഉണ്ടോ. ഇത് ഞാൻ പഞ്ചായത്തിൽ നിന്നുള്ള വെള്ളം വരുന്ന പാത്രത്തിൽ നിറച്ച് വെക്കുക കേട്ടോ. അത് ഞാൻ കാത്ത് നിൽക്കണേ അവരെന്നെ. അപ്പോൾ ഞാൻ ഇതൊക്കെ നേരെ ഞങ്ങൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ. പപ്പായ മരം ലീഫില്ല, പക്ഷേ കായകൾ ഉണ്ട്. ഒരു മത്തൻ്റെ പോലെയുള്ള പപ്പായ നോക്കൂ, കണ്ടോ. ഞങ്ങൾ ഈ മത്തൻ്റെ പോലെയുള്ള ചെറിയ പപ്പായ ഞങ്ങൾ കഴിച്ചു കേട്ടോ. നല്ല മധുരമുണ്ടത്. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളൂ, ഇപ്പോൾ വേനൽക്കാലമല്ലേ, അപ്പോൾ മക്കൾ അതുപോലെ ഫോണിലൂടെയൊക്കെ അഡിക്റ്റ് ആവുന്ന കുട്ടികൾക്കൊക്കെ പറ്റിയൊരു ജോലിയാണിത്. നമുക്ക് ഗ്രോ ബാഗ് ആണെങ്കിലും നമുക്ക് കവറുകൾ പോയി കിട്ടില്ല, കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് തന്നെ കവറുകളാണെങ്കിലും നമുക്ക് ഒരു വിത്ത് പാവി നട്ടാൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ കുട്ടികളൊന്നും ഇതിനൊന്ന് പ്രോത്സാഹിപ്പിക്കാം കേട്ടോ. മണ്ണ് ഇതുപോലെ ചപ്പൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് അടിച്ച് കൂട്ടി. പിന്നെ ഇഴജന്തുക്കൾ ഉണ്ടെന്ന് കൂടി ശ്രദ്ധിക്കണേ. ആദ്യം നമ്മളൊന്ന് ചപ്പ ഇളക്കിയതിന് ശേഷമേ ചപ്പ അടിച്ച് കൂട്ടാൻ പാടും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചട്ടികളിലോ കവറുകളിലോ ആക്കി വെച്ച് നമുക്കിതുപോലെ മക്കളെ കൊണ്ട് തന്നെ ചെയ്ത് നോക്കാം. ദിവസം വെള്ളം വളം ഇട്ട് കൊടുക്കാനൊക്കെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ മക്കൾ അതിനോടൊന്ന് നല്ലോണം അങ്ങോട്ട് ഇഴകി വരുമ്പോൾ അവരൊക്കെ തന്നെ തോന്നുന്നു ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് ആദ്യം തൊട്ട് അവർക്ക് തന്നെ അവരുടെ മനസ്സിൽ തന്നെ തോന്നും ഇങ്ങനെ ഒന്ന് ചെയ്താലോ എന്നുള്ളത്. അവർ അവധിയുള്ള സമയങ്ങളിലും ദിവസങ്ങളിലും ഒക്കെ സ്കൂൾ പൊട്ടണമെന്ന് പറയണ്ട. നമുക്ക് ശനി ഞായറുകൾ സ്കൂൾ തുറന്നാലും കിട്ടുന്ന സമയങ്ങളുണ്ടാവില്ല. ആ സമയങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്ത് അവരെ ശീലിപ്പിക്കാം കേട്ടോ. ഇതെൻ്റെ ഒരു മെസ്സേജായിട്ട് നിങ്ങൾ കാണുന്നില്ല, പക്ഷേ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് കഴിയാവുന്ന കാര്യങ്ങളല്ലോ മക്കളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത്. ചെറിയ 1ാം ക്ലാസ് പഠിക്കുന്ന നഴ്സറി പഠിക്കുന്ന കുട്ടികൾ മുതൽ ഫോണും നഴ്സറി നല്ല ചെറിയ കുട്ടികൾക്ക് ഫോൺ ഭക്ഷണം കഴിക്കാനൊക്കെ ഫോണെന്നല്ല പറയാറ്. പക്ഷേ അവരെയൊക്കെ പുറത്തേക്ക് കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചു കൊണ്ടുവന്ന് കാക്ക പൂച്ചനൊക്കെ പറഞ്ഞ് കഴിച്ചാൽ തന്നെ ഭക്ഷണം നന്നായിട്ട് അവർക്ക് ചെല്ലും. അതുപോലെ തന്നെയാണ് ഇത് കുഞ്ഞു കുട്ടികളെ ഓരോ ചട്ടിയിലാക്കി ഇങ്ങനെ ഇനി ചപ്പ് വേണമെന്നില്ല, മണ്ണ് നിറച്ചിട്ടാണെങ്കിലും നമുക്ക് ഓരോ ചട്ടിയിൽ വിത്തുവായി എന്ന് അവരെ കൊണ്ട് വെള്ളം പരിപ്പിക്കുക. അതിനുള്ള കളകളൊക്കെ പറിക്കുക, കളന്ന് പറയുന്ന പുല്ലുകളൊക്കെ പറിപ്പിക്കുക, വളമിട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്ന തന്നെ മക്കൾക്ക് ഫോണിനോടുള്ള ഒരു അട്രാക്ഷൻ കുറഞ്ഞ് കിട്ടും. പിന്നെ ഇതിലേക്കുള്ളൊരു കണ്ടൻസ് ആവും. അതുപോലെ ഒരു ചെടിയായാലും കുഴപ്പമില്ല കേട്ടോ. എന്ത് തന്നെ ആയാലും മക്കൾക്ക് അത് ഭയങ്കര എനർജി ആയി നിൽക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബും കമൻറ്റൊക്കെ പറയണേ.